ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ പനമ്പള്ളിയിലേക്കാണ്. ഹായ് ഗൈസ്, നമ്മൾ പനമ്പള്ളിയിൽ നമ്മളവിടെ കുറേ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതായത് ഞങ്ങൾ റീലെല്ലാം കണ്ട് നമ്മൾ അറിഞ്ഞു അവിടെ കുറേ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ലീവല്ലേ, നമുക്ക് ഇന്ന് ലീവാണ്. ഇവിടെ ഫുൾ മഴ ആയിരുന്നു, മഴയായതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഗോപികയും അളകി ഉണ്ട്, അവർ മുമ്പ് പോയി. ഇവർ നമ്മളെ കുറച്ച് മുമ്പേ നടന്നു, അതുകൊണ്ട് വേഗം എത്തിയിടാം. ഇനി നമ്മളിവിടുന്ന് ബസ്സിന് പോകണം. ഈ ബസ്സിൽ ആരുമില്ല. അത് കുറച്ച് ഓവറാണേ. ബസ്സിൽ ആരുമില്ല. പനമ്പള്ളി എത്താനായി. നമുക്ക് അടുത്താണ്, പക്ഷെ നടക്കാൻ മടിയാണ്. മഴയുണ്ട്, എന്തെങ്കിലും കാണിക്കണേ. മാളൂര് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നല്ലുണ്ട് കേട്ടോ, ഇഷ്ടമായി ബസ്സിൽ. അതെ, ആരും ഇല്ലാത്തൊരു ബസ്സാണ്. അത് നല്ലുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ. ഗോപിക ഒറ്റക്കാണ് പോയിരിക്കുന്നത്. ഗോപിക്ക് തന്നെ വൈബാണ് ഇഷ്ടം. ഗോപിക്ക് അതാണ് അവളും തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒപ്പരം ഇരിക്കുന്നതാണ് ഈ വൈബാണ്. ഞങ്ങൾ എപ്പോഴും അടിയാണ്, പക്ഷെ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒപ്പരം. ഞങ്ങൾ മിനിയാന്ന് അടി ഇന്നലെ കുടുങ്ങി. ഞാൻ ഡീസൻ്റ് ആവാൻ പോവാണ്. ബ്ലോഗിൽ എന്നോട് എല്ലാവരും പറഞ്ഞ കുറച്ച് ഡീസൻ്റ് ആയിട്ട്. പക്ഷെ എനിക്ക് വേണ്ടി നമ്മൾ നമ്മളായിട്ട് ഇരിക്കുമ്പോഴാണ് ആ ബ്ലോഗിൽ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് സ്പോട്ടിലേക്ക് കാണാം. നോക്കണമെന്ന് നമ്മൾ പനമ്പള്ളി എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ചല്ല കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതെ, നമ്മൾ നടക്കും. വണ്ടി വന്നിട്ട് ഞാൻ ചത്തുപോകും. എടാ അത് നോക്കിയാണേ, ഹാജി ജ്യൂസ് സെന്റർ. നല്ലുണ്ട് കേട്ടോ. ഇങ്ങോട്ടുള്ള കുറേ സ്ട്രീറ്റ് ഫുഡ്, മറ്റേ സ്ട്രീറ്റ് ഫുഡ് അല്ല ഉണ്ടല്ലേ. ആ അതന്നെ. വെള്ളത്തിൽ പോവും, അല്ലെങ്കിൽ നമ്മൾ നേരെ നോക്കി നടക്കണം. ഫുള്ള് ചളി കട്ടർ. നമ്മളിവിടെ ഒരു സൈഡ് ഒരു കുഞ്ഞിപ്പിടിയുണ്ട്. നമ്മളവിടെ ഫ്രൈഡ് റൈസ് കിട്ടുന്നാ പറഞ്ഞേ. എന്നിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടാ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണം നോക്കാന്ന് വിചാരിച്ചു. എടാ എന്തോ റോൾ എടുക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ്റെ ആണോ അത്? ആദ്യം ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാൻ. അല്ല, പക്ഷേ നൂഡിൽസ് ചെയ്തു. യെസ്, നൂഡിൽസും ചെയ്തു. കിട്ടുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഗൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസും നൂഡിൽസും. യെസ് യെസ് യെസ്. നല്ല ഉണ്ടല്ലോ. 60 റുപ്യ അല്ല 100 റുപ്യേന് ഫ്രൈഡ് റൈസ് ഫുള്ള്. 2 സ്പൂണായിട്ട് ഗൈസ് ഇവിടെ വരും. കുഴപ്പമില്ല അറിയില്ല. നമ്മൾ ഒരിക്കൽ നൂഡിൽസ് ഹാഫ് നൂഡിൽസ് കൂടി പറഞ്ഞിട്ടുണ്ടേ. സ്പൂണ് കഴിക്കണം, തീർത്തോട്ടോ. കൈസ് അടുത്ത് എടാ തിന്നലണേ. എന്താണ്? ഓക്കെ, ഇത് നൂഡിൽസ് ആണ് കൈസ്. അടുത്ത് എടാ എനക്കെന്താണേ, എനക്കിതാണേ. പൊള്ളി. ഞാൻ കഴിക്കട്ടെ ഗൈസ്. കൈ കൊണ്ട് കഴിക്കട്ടെ. പക്ഷെ കൈ എങ്ങനെ കഴുകൂ?
160 രൂപയ്ക്ക് ഞങ്ങൾ ഫുൾ ഫ്രൈഡ് റൈസും പിന്നെ അല്ല എന്നിട്ട് ഇതിനെ അതല്ല വേണ്ട നമ്മൾ സത്യസന്ധരാണ്. സോറി ഞാൻ പറഞ്ഞോട്ടെ. ഫ്രൈഡ് റൈസ് തന്നു, പിന്നെ നൂഡിൽസ്, ഹാഫ് നൂഡിൽസും തന്നു. കുഴപ്പമില്ല. നമ്മളോട് ഒരു ചായ അടികളെല്ലാം വീഡിയോ എടുക്ക്. അടികളെ വീഡിയോ എടുക്ക്. അത് ചില്ല് ഇതെന്തായാലും നമ്മളെത്താനായി. നമ്മൾ ഇന്നലെ പിന്നെയാന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇതിലായിരുന്നു നടന്നു പോയതാണ്. നടന്നതാണ് നമ്മള്. ബീച്ചിൽ കൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോണേ. ഇതുപോലെ ഹോസ്റ്റലിൽ പോയി ബാക്കി നല്ല കഴിക്കണം. ചോറ് ബസ്സിന് പോയാൽ 52 രൂപയാവും. 8 രൂപ കൂടിയാൽ നമുക്ക് നടക്കേണ്ട ദൂരേ ഇല്ലു. എന്നാലും അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ. പിന്നെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ കയറിയില്ല. ഒരു പിരിയല് രാത്രി ഭയങ്കര ഷോക്കായിരുന്നു അവിടുത്തെ ഒരവസ്ഥ, അന്തരീക്ഷം. കസ്റ്റമേഴ്സിനോട് പെരുമാറാൻ അറിയില്ല. പെരുമാറ്റം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? നമുക്ക് അവിടെ ടോക്കൺ ഫസ്റ്റ് പൈസ കൊടുത്താലേ അവർ സാധനം തരും. നമുക്കത് അറിയില്ല. ഇരുട്ടാണേ പല്ല് കാണണം. അപ്പൊ ടോക്കൺ കൊടുത്താൽ മാത്രമേ അവർ ചായ തരും. അത് നമുക്ക് അറിയുന്നുണ്ടായില്ല. അങ്ങനെ എന്തെല്ലോ ഇഷ്യൂസ് ഉണ്ടായി. ഒരു ബാഡ് ഏരിയ, ഒരു ബാഡ് പിന്നെ ഒരു പപ്സും ഒരു ചായയുമാണ് കഴിച്ചു. അതിലൊരു കുറവില്ല. ഒരു പപ്സും ഒരു ചായ ഞാൻ കുടിച്ചു. ഇവർ ചായ മാത്രം കുടിച്ചു. എന്നാലും ഇനി അവിടെ പോവില്ല അല്ലേ? അങ്ങോട്ടൊരു കസ്റ്റമർ സർവീസ് എന്നെല്ലാം പറയുമ്പോൾ അത് നല്ലതായിട്ട് കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ പിന്നെ ആൾക്കാർ അടുത്തേക്ക് പോകില്ല. മെയിൻ റോഡ് എന്താ ആളെ അഭിപ്രായം പറ. അടുത്ത നല്ലതായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഒരു പേടി കൊണ്ടാണ് ചായ കുടിച്ചത്. ചാരിങ് എന്താ ചെയ്യുമ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കുറിച്ച് നോക്കുന്നതാണ്. അപ്പൊ അതെ അതന്നെ അത് നോക്കുന്നില്ല നമ്മളിപ്പോ എടുക്കാലോ. നമ്മളെല്ലാം ചുറ്റിക്കറങ്ങി നമ്മൾ ലാസ്റ്റ് ഹോസ്റ്റലിൽ എത്തി. ഹോസ്റ്റൽ മടുത്ത്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, പനമ്പള്ളി എന്ന് പറയുന്നത്. ചായ കുടിച്ചു, നൂഡിൽസ് കഴിച്ചു, പിന്നെ എന്താ കഴിച്ചത്? നമ്മൾ എന്തെല്ലോ ഫ്രൈഡ് റൈസ് കഴിച്ചു, ഓട്ടോയില് വന്നു, ബസ്സിന് പോയി, കുറെ നടന്നു. ഡോറ ഇടുപ്പയാണ് ഹോസ്റ്റൽ കാണിച്ചു കൊടുക്കും. നമ്മള് ഹോസ്റ്റലിൽ നമ്മളിപ്പോ ഹോസ്റ്റലെത്തി. ഹോസ്റ്റലിൽ കയറിയില്ല, പുറത്തിരിക്കുന്നുണ്ട്. ഇരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വന്നിരുന്നു. ഹോസ്റ്റൽ ഫോണ്. ഇതാണ് നമ്മുടെ മഹാരാജാസ് കോളേജ് രാമവർമ്മ വുമൻസ് ഹോസ്റ്റൽ. ഇതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ മെൻസ് ഹോസ്റ്റലുണ്ട്. ഇത് രണ്ടാമത്തെ പുതിയ ഹോസ്റ്റലാണ്. പഴയ ഹോസ്റ്റലിൽ അപ്പുറത്ത് കുറച്ച് കോളേജിന്റെ അപ്പുറത്ത് തന്നെ പഴയ ഹോസ്റ്റൽ. ഈ ബാൽക്കണിയും ഇതും വൈബാണ്. പക്ഷെ നമ്മളെ പഴയ ഹോസ്റ്റലിന്റെ അത്ര വരൂല ഈ ഹോസ്റ്റൽ. ഇതൊരു ലക്ഷറി ഹോസ്റ്റലാണ്. അതെ, ഫുഡ് കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ഫുഡാ ഗൈസ്. ഇന്ന് നാളെ ചിക്കനാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ചിക്കൻ. ഇല്ലടാ, വെറുതെ ഫ്രൈ കൊള്ളാം. ഫ്രൈ പിന്നെ 1-2 കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനല്ലേ ഉടമ. ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തെ ഹോസ്റ്റലിൽ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.